ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ 2 ചാപ്റ്റർ 68 മുതൽ 70 വരെയാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഓർത്തർ അവന്റെ പവർ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ എൽഡർവുഡ് ഗാർഡിയനെ ഇല്ലാതാക്കിയിട്ട് ഓർത്തർ അവന്റെ ശക്തിയൊക്കെ ചോർന്ന് അവൻ ബോധം കെട്ട് വീഴുമായിരിക്കും. അപ്പൊ ആലീസിന്റെ കയ്യിലുള്ള റിങ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ചാപ്റ്ററിന്റെ തുടക്കത്തില് ഓർത്തർ ഒരു സ്ഥലത്ത് കിടക്കുമായിരിക്കും. എന്നിട്ട് അവൻ ചുമക്കുവാണ്. അപ്പൊ എലീജ അടുത്തിരുന്ന് നോട്ട്, ദൈവത്തിന് നന്ദി, നീ എഴുന്നേറ്റോ എന്ന് പറയാണ്. അപ്പൊ ഓർത്തറിന് സംസാരിക്കാനൊന്നും ശേഷിയില്ല. ഓർത്തർ എലീജനോട് ഗ്ലൗസിലെ ക്രിസ്റ്റല് പൊട്ടിക്കെന്ന് പറയാണ്. എന്നിട്ട് എലീജ ക്രിസ്റ്റൽ എടുത്തിട്ട് ഓർത്തറിന്റെ അടുത്ത് വന്നിട്ട് അത് പൊട്ടിക്കുവാണ്. പെട്ടെന്ന് ഓർത്തർ ഹീലാവുകയാണ്. അപ്പൊ ഓർത്തറിന് ലൂക്കസിന് ഓർമ്മ വരും. ലൂക്കസ് അറ്റാക്ക് ചെയ്തിട്ട് അവൻ അവിടുന്ന് എസ്കേപ്പ് ആയതാണ് അവൻ ഓർക്കുന്നത്. എന്നിട്ട് ഓർത്തർ പയ്യെ എണീറ്റ് ജാസ്മിൻ എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പൊ എലീജ അവൾ അവിടെയുണ്ട്. അപ്പൊ എലീജ ഓർത്തറിനെയും ജാസ്മിനെയും രക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എലീജ പറയുവാണ് ജാസ്മിന് ലൂക്കസിന്റെ സ്പെല്ല് അവള് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള ഒരു മെഡിക്കൽ കിറ്റ് ഉപയോഗിച്ച് പൊള്ളിപ്പോയ സ്ഥലമൊക്കെ ഞാൻ വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവക്ക് ഉള്ളിലും പരിക്ക് അധികമാണ്. അപ്പൊ ഓർത്തർ എലീജനോട് ഇതിലൊരു ജെം എടുത്ത് ജാസ്മിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. അപ്പൊ എലീജ അതുപോലെ ചെയ്യും. അപ്പൊ പെട്ടെന്ന് ജാസ്മിന് ഹീലാവുകയാണ് പതുക്കെ. അപ്പൊ അവളുടെ ഹാർട്ട് ബീറ്റ് മെച്ചപ്പെട്ടു വരുവാണ്. എലീജ ഓർത്തറിനോട് പറയുവാണ് അവൾ ഇനി കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെ ആവും എന്നാണ് തോന്നുന്നത്. അപ്പൊ ഓർത്തറിന് വലിയ സമാധാനവും. ഓർത്തർ ഇങ്ങനെ ഒരു ഹീലിംഗ് ജെം ഉണ്ടാക്കി തന്നതിന് അമ്മയോടും ദൈവത്തിനോടും താങ്ക്സ് പറയുവാണ്. അപ്പൊ ഓർത്തർ ഇങ്ങനെ ചിന്തിക്കുവാണ് എനിക്ക് 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും മോശം അനുഭവപ്പെട്ടില്ല എന്ന് വിചാരിക്കുവാണ്. അപ്പൊ സെൽവിയ ഓർത്തറിന്റെ അടുത്ത് സംസാരിക്കുവാണ്. പാപ്പാ, നിങ്ങളിപ്പോ എഴുന്നേറ്റോ? ഇപ്പൊ ഓക്കെ ആണോ നിങ്ങള് എന്ന് ചോദിച്ചിട്ട് സെൽവിയ ഇങ്ങനെ പറന്നു വരുവാണ്. അപ്പൊ ലൂക്കസ് അവിടുന്ന് അങ്ങനെ പോകുന്നുണ്ടാവും. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുവാണ് ഓർത്തർ. അപ്പൊ സെൽവിയ ഞാൻ നീ പറയുന്ന കേട്ടിട്ട് ഞാൻ നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമായിരുന്നു. അപ്പൊ ഓർത്തർ നന്നായി, ഞങ്ങളിപ്പോ ഡേഞ്ചറിലൊന്നും അല്ല, നീ നിന്റെ ട്രെയിനിങ്ങില് ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ട് പറയാണോ ഓർത്തർ. അതിപ്പോ അത്യാവശ്യം അല്ല പാപ്പാന്ന് പറയുവാണ്. എന്നിട്ട് ഓർത്തർ സെൽവിയനോട് പറയാണ് എന്നെ വിശ്വസിക്ക സെൽവിയ, ഇപ്പൊ ഞങ്ങള് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. സെൽവിയ പക്ഷേന്ന് പറയുമ്പത്തേനും പിന്നെ ഓർത്തർ നീ ഇപ്പൊ എന്താണോ ചെയ്തോണ്ടിരിക്കുന്നത് നീ അത് നോക്ക്, ഞാൻ വേഗം തന്നെ നിന്നെ കാണാൻ വരാമെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് എലീജ ഓർത്തറിന്റെ അടുത്ത് വന്നിരുന്നിട്ട് നിനക്കിപ്പൊ എങ്ങനെയുണ്ട്, നീ ഇപ്പൊ ഓക്കെ ആണോന്ന് ചോദിക്കുവാണ്. അപ്പൊ ഓർത്തർ എനിക്കൊരു മാരത്തോൺ ഓടിക്കാനുള്ള ശേഷിയുണ്ട് ഇപ്പോന്ന് പറയുവാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഓർത്തർ കൈ ഇങ്ങനെ പൊക്കും. അപ്പൊ അവന് അത്രയും നേരം കൈ പൊക്കി വെക്കാനുള്ള ശേഷി പോലും ഇല്ല, താഴെ വീഴുവാണ് അവന്റെ കൈയ്യ്. അത് കണ്ട് എലീജ ഇങ്ങനെ ചിരിക്കുവാണ്. എന്നിട്ട് എലീജ പറയാണ് എന്തായാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് ടെസ്റ്റിങ്ങിൽ വന്ന നോട്ടാണ് ലെജൻഡറി ആയിട്ടുള്ള മാസ്ക്ഡ് സോഴ്സ്മാൻ എന്ന്, അതും അല്ലാണ്ട് ഒരേ വയസ്സായിരിക്കുമെന്ന്. പെട്ടെന്നാണ് ഓർത്തറിന്റെ ഫേസിൽ മാസ്ക് ഇല്ലാത്ത കാര്യം നോട്ട് ചെയ്യുന്നത്. അവൻ എന്റെ മാസ്ക് എന്ന് പറയുവാണ്. അപ്പൊ എലീജ ഓർത്തറിനോട് സോറി ചോദിച്ചിട്ട് ഞാൻ ആ ഫൈറ്റിന്റെ ഇടയിൽ വെച്ചിട്ട് അത് ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ തേടിയപ്പോഴും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുവാണ്. ഓർത്തർ എന്നിട്ട് പേടിച്ചിട്ട് എന്റെ സ്വാഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന് ചോദിക്കുവാണ്. നീ കണ്ടിട്ടില്ലേ ഒരു കറുത്ത ദണ്ട് പോലത്തെ ഞാൻ എപ്പോഴും കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എലീജ അത് ഇവിടെ ഉണ്ട് എന്ന് പറയുവാണ്. എനിക്കത് വാല്യുബിൾ ആണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ അത് എടുത്തോണ്ട് വന്ന് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് എലീജ. അപ്പൊ ഓർത്തറിന് വലിയ സമാധാനായി. ഓർത്തർ താങ്ക്സ് പറയാണ് എന്നെയും ജാസ്മിനെയും രക്ഷിച്ചതിന്. അതുമല്ലാണ്ട് നിനക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടായിരുന്നോ, അപ്പോഴും നീ എന്റെ സ്വാഡും കൂടെ എടുത്തു വന്നതിന് താങ്ക്സ് എന്ന് പറയുവാണ്. അപ്പൊ എലീജ ഓർത്തറിനോട് പാതി മരിച്ച നിങ്ങളെ അവിടെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാ ഞാനും ആ വൃത്തികെട്ട ലൂക്കസും തമ്മില് ഒരു വ്യത്യാസവും കാണില്ല, എന്താ ശരിയല്ലേന്ന് ചോദിക്കുവാണ് എലീജ. അപ്പൊ ഓർത്തർ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുവാണ്. എന്നിട്ട് എലീജ വളരെ ആകാംക്ഷയോടെ ഓർത്തറിന്റെ അടുത്ത് ചോദിക്കുകയാണ് അതൊക്കെ ഇരിക്കട്ടെ, നീ എന്താ ഓടാതിരുന്ന എൽഡർവുഡ് ഗാർഡിയനെ കണ്ടപ്പോ ജാസ്മിനും നിന്നെ വന്ന് വിളിച്ചതല്ലേ പോവാന്ന് പറഞ്ഞിട്ട്, അപ്പൊ എന്താ നീ പോവാത്തേന്ന് ചോദിക്കുവാണ്. അപ്പൊ ഓർത്തർ തമാശക്ക് ഇങ്ങനെ പറയാണ് ഒരു രാജാവ് ഒരിക്കലും തന്റെ പ്രജകളെ ഒറ്റയ്ക്കിട്ടിട്ട് പോവില്ല എന്നിങ്ങനെ പറയുവാണ്.
പറയുവാണ്, അതുമല്ലാണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഞാനൊരു പ്രോമിസും കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നല്ല മനുഷ്യനാകുമെന്ന്. എന്റെ കൂടെയുള്ളവരെ ഞാൻ സംരക്ഷിക്കും. അത് കേൾക്കുമ്പോ എലീജ ചിരിച്ചിട്ട്, നീ സംസാരിക്കണ കേട്ട് കഴിഞ്ഞാ പഴയ മനുഷ്യന്മാര് വർത്താനം പറയുന്ന പോലെ ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് എലീജ ചോദിക്കാണ്, അപ്പൊ നീ അങ്ങനെ പ്രോമിസ് ചെയ്യുന്നതിന്റെ മുമ്പേ എങ്ങനെയുള്ള ജീവിതമാണ് നീ നയിച്ചിരുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ ഓർത്തർ ഇങ്ങനെ കിടന്നിട്ട്, ചില സമയത്ത് അത് എന്നെ അതിശയിപ്പിക്കാറുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എത്ര സമയമായി ഞാൻ ബോധം കെട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുവാണ്. അപ്പൊ എലീജ, പറയാൻ കഷ്ടമാണ്, പക്ഷെ എന്തായാലും ഒരു ദിവസത്തിന്റെ മേലെ ആയിട്ടുണ്ടാവും എന്ന് പറയാണ്. അപ്പൊ പതുക്കെ ഓർത്തർ എണീറ്റ് ഇരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എന്തായാലും ജാസ്മിൻ എഴുന്നേൽക്കുന്നത് വരെ നമുക്ക് ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. അതുവരെ നമുക്ക് തമ്മിൽ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് ഓർത്തർ എലീജന്റെ അടുത്ത് പറയാണ്, എന്റെ പേര് ഓർത്തർ ലെവിൻ, പക്ഷെ നീ എന്നെ ആർട്ട് എന്ന് വിളിച്ചാ മതി. എന്നിട്ട് ഓർത്തർ അവിടെ ഇരിക്കുന്ന സ്ഥലം അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ചുമരില് തട്ടി നോക്കുകയാണ്. എന്നിട്ട് എലീജനോട്, ഇത് കണ്ടിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. ഈ മെറ്റൽ ഷെൽട്ടറിന് കാരണം നീയല്ലേന്ന് ചോദിക്കുവാണ്. അപ്പൊ എലീജ പറയാണ്, എനിക്ക് തോന്നിയത് ഈ ഗുഹ ഫുള്ള് എൽഡർ വുഡ് ഗാർഡിയന്റെ ബോഡിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് അയാൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നശിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു മെറ്റൽ ഷെൽട്ടർ ഉണ്ടാക്കി അതിന്റെ ഉള്ളില് എല്ലാരും ആക്കിയത്. അപ്പൊ ഓർത്തർ, നീ ഒരു ഡേവിയന്റ് ആണല്ലേ? എനിക്കറിയാം എർത്ത് എലമെന്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു മെറ്റൽ ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നീ ഒരു ഡാർഫ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തതെന്ന് പറയുവാണ്. അപ്പൊ എലീജ, അപ്പൊ എന്തായാലും ഇനി നമ്മൾ തമ്മില് സീക്രട്ടിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോ ഓർത്തർ ഇങ്ങനെ ചിരിക്കുവാണ്. ചിരിച്ചിട്ട് നിന്നെ കുറിച്ച് പറയാന്ന് പറയുവാണ്. അപ്പൊ എലീജ ഓർത്തറിനോട് പറയുവാണ്, നീ അവിടെ എന്താ ചെയ്തതെന്ന് എന്നോട് പറ, എന്നാ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുവാണ്. നിന്റെ മുടി അവിടെ വെള്ള കളറായിട്ട് മാറി, നിന്റെ ശരീരത്ത് മുഴുവനും തിളങ്ങുന്ന മാർക്കുകളും, നിന്റെ കണ്ണുകള് പർപ്പിൾ കളറിൽ തിളങ്ങി. അപ്പൊ ഓർത്തർ, ശരി ഞാൻ പറയാം, ആദ്യം നിന്നെ കുറിച്ച് പറയാന്ന് പറയുവാണ്. എന്നിട്ട് എലീജ ഓർത്തറിനോട് പറയാണ്, എന്തായാലും നീ സംശയിച്ചത് ശരി തന്നെയാണ്. ഞാനൊരു ഡാർവ് കിണ്ടത്തിലാണ് വളർന്നത്. പക്ഷെ ഞാൻ എവിടെയാണ് ജനിച്ചതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് എന്നെ റഹിഡസ് എന്ന് പറഞ്ഞ ഒരാളാണ് നോക്കിയത്. അയാളാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. പക്ഷെ എന്റെ അച്ഛനും അമ്മേനെയും കുറിച്ചിട്ട് അയാൾ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ കുട്ടിക്കാലം ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ വിഷമങ്ങളാണ്. ഞാൻ എന്റെ മാനാക്കോറ് ഡാർക്ക് ഓറഞ്ച് സ്റ്റേജിൽ എത്തുന്നത് വരെ വളരെ പീസ്ഫുൾ ആയിട്ടായിരുന്നു എന്റെ ലൈഫ് ഉണ്ടായിരുന്നത്. ആ എനർജി എന്റെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ വീണുപോയി. കണ്ണു തുറന്ന് നോക്കിയപ്പോ കൂർത്ത മനകളുള്ള കറുത്ത മെറ്റലുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം. അത് സംഭവിച്ചതിന് ശേഷം റാഡസ് എന്നോട് ഇവിടുന്ന് പോയി ഡെക്കാദൻ ഫുള്ള് ചുറ്റി കാണാൻ പറഞ്ഞു. പക്ഷെ അതെന്തിനാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അതിന് കാരണം എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ സംഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ അതൊക്കെ ആലോചിച്ചിട്ടും എനിക്കൊരു ഉപകാരവുമില്ല. പക്ഷെ എന്റെ കയ്യിലുള്ള ഈ ചൊറിച്ചില് കാരണം എന്നെ കൊണ്ട് ഇത് അന്വേഷിക്കാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയാം എന്റെ പവറും ഞാൻ എവിടെയാണോ ജനിച്ചതെന്ന് തമ്മില് ഒരു കണക്ഷൻ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഓർത്തറിന്റെ അടുത്ത് എലീജ. പെട്ടെന്ന് ജാസ്മിൻ അവിടെ കിടന്നിട്ട്, ഓർത്തർ, ഈ മീൻ നല്ലതല്ല, നീ ഈ മീൻ എടുത്തോ, ഇതാണ് ടേസ്റ്റ് എന്നിങ്ങനെ ഓർത്തറിന്റെ അടുത്ത് അബോധാവസ്ഥയിൽ പറയാണ്. അവക്ക് ബോധമില്ലെങ്കിലും ഓർത്തറിനെ അവള് നന്നായിട്ട് തന്നെ പരിചരിക്കുന്നുണ്ട്. എന്നിട്ട് എലീജ ഓർത്തറിനോട്, എന്റെ കഷ്ടം ഞാൻ നിന്നോടും പറഞ്ഞിട്ട് നിന്നെ ഞാൻ സങ്കടത്തിലാക്കിയില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ഓർത്തർ, അതിനെ കുറിച്ചൊന്നും നീ വിഷമിക്കണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് എലീജ ഓർത്തറിനോട് ഓർത്തറിന്റെ സ്റ്റോറി ചോദിക്കുവാണ്, നിന്നെ പറ്റി പറ. അപ്പൊ ഓർത്തർ, ഞാനൊരു ക്വാട്ര എലമെന്റൽ ആർഗ്യുമെന്റർ ആണ്. എനിക്ക് 2 ഡീവിയേഷൻസും ഉണ്ട്, ഐസിലും ലൈറ്റ്ലിംഗിലും. പെട്ടെന്ന് എലീജ തലയിൽ കൈവച്ചിട്ട്, ഞാൻ കരുതി എനിക്ക് വട്ടായെന്ന്, പക്ഷെ എനിക്ക് നീ ജയിക്കുമെന്ന് തോന്നിയിരുന്നു. നിന്റെ ശരീരത്തിൽ വന്ന മാർക്കിലും നിന്റെ കളർ ചേഞ്ചിലും എന്താണ് കാര്യം എന്ന് ചോദിക്കുവാണ്. അപ്പൊ ഓർത്തർ ഇങ്ങനെ ചിരിച്ചോണ്ട്, ഞാനൊരു ബീസ്റ്റ് ടാമർ കൂടെ ആണ്. നീ കണ്ടത് ഞാൻ എന്റെ ബീസ്റ്റ് വില്ലിനെ പുറത്തോട്ട് വിട്ടതാണ്. അപ്പൊ എലീജ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട്, ബീസ്റ്റ് വില്ലോ? നിനക്കിപ്പോ എത്ര വയസ്സായി എന്ന് ചോദിക്കുവാണ്. അപ്പൊ ഓർത്തർ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് 11 വയസ്സ് തികഞ്ഞത്. അപ്പൊ
എലീജ അപ്പൊ ഞാൻ നിന്നെ കഴിഞ്ഞ് മൂത്തതാണ്. ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് 12 വയസ്സ് എനിക്ക് ആയത്. പക്ഷെ വയസ്സ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് ചിരിക്കുവാണ്. അങ്ങനെ അവര് വളരെ നല്ല ഫ്രണ്ട്സായി മാറുകയാണ്. പെട്ടെന്ന് ഓർത്തറിന് വേദനിക്കും. അപ്പൊ എലീജ നിനക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഓർത്തർ എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഒരു ജമ്മും കൂടെ എടുത്ത് അത് പിന്നെയും പൊട്ടിക്കുകയാണ് ഓർത്തർ. അപ്പൊ പതിയെ ജാസ്മിൻ കണ്ണു തുറക്കുകയാണ്. അപ്പൊ ഓർത്തറിന് വലിയ റിലീഫ് ആവും. ഓർത്തർ ജാസ്മിൻ എന്ന് വിളിക്കുവാണ്. അപ്പൊ ജാസ്മിൻ വന്ന് ഓർത്തറിനെ കെട്ടിപ്പിടിക്കും. ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ഓർത്തറിനോട് കുറെ നേരം സോറി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഓർത്തർ അത് കുഴപ്പമില്ല ജാസ്മിൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെ ആണെന്ന് പറയുവാണ്. എന്നിട്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് തന്നെ അത് ഓക്കെ അല്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു, എനിക്ക് പിന്നെയും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഓർത്തർ ഞാനാണ് നീ വിളിച്ചിട്ട് വരാത്തത്, ഞാനാണ് സോറി പറയണ്ടേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ കൊണ്ടുവന്ന് വിട്ടതിന്. അപ്പൊ ഓർത്തർ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് ഇവളെപ്പോഴും ഇത്ര ചെറുതായിരുന്നോ എന്ന് വിചാരിച്ച് അവന്റെ ചെറുപ്രായത്തിലും ജാസ്മിൻ അവനെ കെട്ടിപ്പിടിച്ചത് ഓർക്കുവാണ്. പെട്ടെന്ന് ഓർത്തറിന് വേദനിക്കും. അപ്പൊ ജാസ്മിൻ നിനക്ക് പരിക്കുകളൊക്കെ പറ്റിയോ? എലീജ നിന്റെ കയ്യില് ഞങ്ങളുടെ ബാഗുകളൊക്കെ ഇല്ലേ? അപ്പൊ എലീജ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ജാസ്മിൻ അതിനകത്ത് എമർജൻസി മെഡിക്കേറ്റ് കിറ്റ് ഉണ്ട്, അത് മതി ഇപ്പൊ ഞങ്ങളെ ട്രീറ്റ് ചെയ്യാന്ന് പറയുവാണ്. എന്നിട്ട് ആ ബാഗിലുള്ള മെഡിക്കിറ്റ് ഉപയോഗിച്ചിട്ട് പൊള്ളല് പറ്റിയ സ്ഥലങ്ങളിലൊക്കെ തുണി വെച്ച് കെട്ടിയിരിക്കുമായിരിക്കും. എന്നിട്ട് ഓർത്തർ അവരോട് താങ്ക്സ് പറയുവാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് പറയാണ് ഓർത്തർ. അങ്ങനെ ഓർത്തർ എലീജന്റെ തോളിൽ താങ്ങിയിട്ട് എലീജ ആ മെറ്റൽ ഷീറ്റ് പൊട്ടിച്ച് അവര് വെളിയിലോട്ട് ഇറങ്ങുവാണ്. എന്നിട്ട് ഓർത്തർ അവിടെ ഇരുന്നിട്ട് നിക്ക്, ഇവിടെ ആരെങ്കിലും നമ്മളല്ലാണ്ട് ജീവനോടെ ഉള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ എലീജ എൽഡർവുഡ് ഗാർഡിയൻ റെജിനൽഡിനെയും ബ്രാൾഡിനെയും പിടിച്ച് തിന്നു നീ ലാസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ്, സോ ആരും ജീവനോടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ജാസ്മിൻ അപ്പൊ സമന്തയോന്ന് ചോദിക്കുവാണ്. ഞാൻ അവളെ ഒരു മെറ്റൽ ഷെൽട്ടറിന്റെ ഉള്ളിൽ കയറ്റിയായിരുന്നു ഈ ഗുഹകള് തമ്മിൽ പിരിയുമ്പത്തേനും. ഞാൻ അവളെ മെറ്റൽ ഷെൽട്ടർ കൊണ്ട് കവർ ചെയ്യുമ്പത്തേനും അവള് നല്ല കണ്ടീഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, സോ അവൾ ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്ന് പറയാണ് എലീജ. അപ്പൊ ഓർത്തർ എലീജനോട് ഈ അവശിഷ്ടങ്ങൾക്കുള്ളില് നമ്മൾ എങ്ങനെയാണ് അവളെ കണ്ടെത്തുക, അതുമല്ലാണ്ട് എൽഡർവുഡ് ഗാർഡിയന്റെ ബീസ്റ്റ് കോറും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ എലീജ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ഒരു സ്പെല്ല് യൂസ് ചെയ്യുവാണ്. അപ്പത്തേനും സമന്ത ഉള്ളത് അവന് കണ്ടെത്തുവാണ്. എന്നിട്ട് അവരോട് എലീജ പറയാണ് സമന്ത ഇപ്പോഴും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, വാ പോവാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എലീജ. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് അവന് യൂസ് ചെയ്ത എർത്ത് പൾസ് സ്പെല്ല് അത് തറയിലുള്ള സാധനങ്ങളെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുള്ളൂ, ഇവൻ എങ്ങനെയാ ഭൂമിന്റെ അടിയിലുള്ളതും കാണുന്നതെന്ന് അറിയുന്നില്ല, സത്യത്തിൽ ആരാണ് ഈ ചെറുക്കൻ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ എലീജ പോയിട്ട് സമന്തേനെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എലീജ അവളെ എടുക്കാൻ പോകുമ്പത്തേനും ഓർത്തർ നിക്ക്, അവളുടെ കാലില് ആ മുൾച്ചെടികൾ ചുറ്റിപ്പണങ്ങി ഇരിക്കുന്നുണ്ട്, അതിനെ ഇപ്പൊ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ കാലിലുള്ള മുറിവ് കൂടുകയേ ചെയ്യുള്ളൂ, അവളുടെ ഹൃദയമിടിപ്പ് ഇപ്പൊ സ്റ്റഡിയാണ്, അവള് ശ്വാസവും നന്നായിട്ട് തന്നെയാണ് വിടുന്നത്, എനിക്ക് തോന്നുന്നത് അവളിപ്പോ ഔട്ട് ഓഫ് ഡേഞ്ചറിലാണ്. എന്നിട്ട് ജാസ്മിൻ അവളെ എടുത്തിട്ട് വാ പോവാന്ന് പറയുവാണ്. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് എന്തായാലും ഇത്രയും കുപ്പകൾക്കിടയില് എൽഡർവുഡ് ഗാർഡിയന്റെ ബീസ്റ്റ് കോർ കണ്ടെത്തുന്നത് നിസാര കാര്യമല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ട്രഷർ ഇവിടെ കുഴിച്ചു മൂടിയിട്ട് പോയേ പറ്റുള്ളൂ. ഓർത്തർ ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റ് കടിക്കുന്ന പോലെ ഉണ്ടാവും. ഇപ്പൊ എലീജ ഇനി എന്താണാവോ, പെട്ടെന്ന് ഓർത്തർ വന്നിട്ട് എലീജന്റെ കയ്യിൽ പിടിച്ചിട്ട് അത് കുഴപ്പമില്ല, അപ്പൊ അവിടെ വരുന്നത് നമ്മുടെ സെൽവി ആയിരിക്കും, അവൾ അവിടെ പറന്നു വന്നിട്ട് പാപ്പാ ഞാൻ വന്നു. അപ്പൊ ഓർത്തർ നീ ഇവിടെ എത്തിയോ, നിനക്ക് കുറച്ച് തടിയൊക്കെ വെച്ചല്ലോ, ഹൈറ്റും വിട്ടൊക്കെ വെച്ചല്ലോ എന്ന് പറയാണ്. അപ്പൊ സെൽവിയെ സ്നേഹം കൊണ്ട് ഓർത്തറിന്റെ മുഖത്ത് നക്കുവാണ്. അപ്പൊ സെൽവിയനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന എലീജ ഇതൊരു വൈവേറിയനാണോ, പക്ഷെ ഇതിന് 4 കൈകാലുകൾ ഉണ്ടല്ലോ, നിക്ക് നിങ്ങൾ ഇതെന്നോട് ഒരു ഡ്രാഗൺ ആണെന്ന് മാത്രം പറയല്ലേ, എന്തായാലും ഇത് അതല്ല എന്നിങ്ങനെ പേടിച്ച് പറയുമ്പത്തേനും ഓർത്തർ അവളൊരു ഡ്രാഗൺ ആണ്. എന്നിട്ട് എലീജ എന്നെ ഒരു വിചിത്ര ജീവിയായിട്ട് നീ കാണരുത്. എന്നിട്ട് ഓർത്തർ ഇതാണ് എന്റെ ബോണ്ട് സെൽവിയന്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് സെൽവിയനെ തലോടുകയാണ് ഓർത്തർ. അപ്പൊ എലീജ പക്ഷെ നൂറ്റാണ്ടുകളായി ഡ്രാഗണുകൾക്ക് വംശനാശം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഓർത്തർ അതുകൊണ്ടാണ് ഞാൻ ഇവളെ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുവാണ്. പക്ഷെ ജാസ്മിൻ ഇവള് നേരത്തെ തന്നെ അറിയാം. എന്നിട്ട് സെൽവിയ പോയിട്ട് ജാസ്മിനെ നക്കുവാണ്. അപ്പൊ എലീജന്റെ തലയിൽ കിളി പാറുവാണ്. 11 വയസ്സ് മാത്രം പ്രായം, ക്വാട്ര എലമെന്റൽ യൂസ് ചെയ്യുന്ന ആള് 2 എലമെന്റുകളെ കൈകാര്യം ചെയ്യും, ഡ്രാഗനുമായിട്ടുള്ള ബോണ്ട് ഒരു രക്ഷയില്ലാന്ന് ആലോചിക്കുകയാണ് എലീജ.
എന്നിട്ട് സെൽവിയന്റെ മുകളിൽ എല്ലാരും കേറിയിട്ട് ഓർത്തർ വാ പോവാന്ന് പറയുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ 70ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.